അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ എഴുതിയ താരീഖിൻ്റെ 7ാം ക്ലാസ്സുകാരുടെ പൊതുപരീക്ഷയുടെ ആൻസർ കീ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് വയസ്സ് കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം ഹസൻ റളിയല്ലാഹു അൻഹു, അവരുടെ വയസ്സ് 49. ശരിയായ ഉത്തരം 46 പക്ഷെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് കാരണം ഇവിടെ ഇപ്പം 49 എന്ന് എഴുതാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ചോദ്യം സയ്യിദ് റളിയല്ലാഹു അൻഹു, ഉത്തരം 80. മൂന്നാമത്തേത് ത്വൽഹ റളിയല്ലാഹു അൻഹു, അവരുടെ വയസ്സ് 64. നാലാമത്തെ ചോദ്യം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, എത്ര വയസ്സാണ്? 72. അഞ്ചാമത്തേത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 83 വയസ്സിലെ. രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക. ചോദ്യം 1 ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. ഉത്തരം ഹിജറ 4. ചോദ്യം 2 ചെങ്കോട്ട നിർമ്മിക്കാൻ എത്ര വർഷം എടുത്തു? 10. മൂന്നാമത്തെ ചോദ്യം മമ്പുറം തങ്ങൾ വഫാത്തായി ഞായറാഴ്ചയാണ്, അപ്പോൾ അതിന് നേരെ ടിക്കറ്റ് കൊടുക്കുക. നാലാമത്തേത് വെള്ളിയങ്കോട് ഉമർ ഖാലി, ഇതിൽ ഉസൂല് ദബ്ഹ് എന്ന കിതാബാണ് രചിച്ചിട്ടുള്ളത്, അപ്പോൾ അവിടെ ടിക്കിടുക. അഞ്ചാമത്തേത് മാഹിക്കടുത്ത ചൊമ്പാലി, ആരാണ്? മഖ്ദൂം രണ്ടാമൻ. മൂന്നാമത്തെ പ്രവർത്തനം ചോദ്യ നമ്പർ എഴുതി യോജിക്കുക. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചോദ്യത്തിൻ്റെ നമ്പർ നേരെ ഉത്തരങ്ങൾക്ക് എഴുതി കൊടുക്കാനാണ്. ആദ്യത്തേത് സൽജൂക്യ എന്നാണ് തന്നിട്ടുള്ളത്, നമുക്കറിയാം ഉസ്മാനിയാണ്, അപ്പോൾ ഉസ്മാനിയുടെ നേരെ 1 ഇട്ട് കൊടുക്കുക. രണ്ടാമത്തേത് കുത്തുബുഷാ, ചാർമിനാറാണ്. കുത്തുബുഷാ ചാർമിനാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അതിന് നേരെ 2 ഇട്ട് കൊടുക്കുക. മൂന്നാമത്തേത് ഇമാം സുറവർദി റിഹ്ലത്തുൽ മുലൂക്ക്, അപ്പോൾ അവിടെ നേരെ 3 ഇട്ട് കൊടുക്കുക. 4 പൊന്നാനി, മലബാറിലെ മക്കയാണ്, അപ്പോൾ 4 ഇട്ട് കൊടുക്കുക അവിടെ. 5 ഫതഹുൽ മുബീൻ, അത് ഖാലി മുഹമ്മദ്, അപ്പോൾ ബോക്സിൽ 5 ഇട്ട് കൊടുക്കുക. ആറാമത്തേത് മലബാർ മാനുവൽ, അതാണ് വില്യം ലോഗൻ, അപ്പോൾ 6 കള്ളിയിലും ഇട്ട് കൊടുക്കുക. അടുത്ത പ്രവർത്തനം വിവരിക്കുക. ചോദ്യം 1 ഖലീഫ ഖിലാഫത്ത്. ഇതിൻ്റെ ഉത്തരം നബിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഭരണം നടത്തുന്നത്, അതുകൊണ്ട് അവരെ ഖലീഫ എന്നും അവരുടെ ഭരണത്തെ ഖിലാഫത്ത് എന്നും പറയുന്നു. ചോദ്യം 2 അലവി കുടുംബം. ഒരുപാട് ചോദ്യങ്ങൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതായിരുന്നു. എന്താണ് ഉത്തരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11ാം പേരമകനായ അലവി ഇബ്നു ഉബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പരയാണ് അലവി കുടുംബം. പ്രവർത്തനം 5 പൂരിപ്പിക്കുക. ചോദ്യം 1 തൻ്റെ പത്നി ഡാഷ് ഇൻ്റെ സ്മരണക്കായി ഡാഷ് ഇൽ ഷാജഹാൻ സ്ഥാപിച്ച മറ്റൊരു സ്മാരകമാണ് ഡാഷ്. ഉത്തരം തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണക്കായി ആഗ്രയിൽ ഷാജഹാൻ സ്ഥാപിച്ച മറ്റൊരു സ്മാരകമാണ് താജ് മഹൽ. രണ്ടാമത്തേത് യമനിലെ മഅബരിൽ നിന്നും വന്ന അഷേഖു അലി ഇബ്നു അഹ്മദ് മഅബരി എന്നവരാണ് മഖ്ദൂം കുടുംബത്തിന് പിതാവ്. ചോദ്യം 3 നബിയോട് വളരെ ശാരീരിക സാമ്യം ഉള്ള ആളായിരുന്നു ആര്? ഹസൻ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 1 നബിയുടെ അമ്മായി സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനായിരുന്നു ആര്? ഉത്തരം സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. ചോദ്യം 2 മമ്പുറം തങ്ങൾ ജനിച്ചത് എവിടെ? ഉത്തരം യമനിലെ തെരീൻ. ചോദ്യം 3 മുഗൾ ഭരണകൂടത്തിൻ്റെ അവസാനത്തെ ഭരണാധികാരി ആര്? ബാദർ ഷാ ആണ്. ചോദ്യം 4 അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തേത് ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കടുത്ത പോരാട്ടം നടത്തി ആര്? ഉത്തരം ത്വൽഹ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കൊക്കെ എക്സാം നല്ല സിമ്പിളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആറാമത്തെ ചോദ്യം വരക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമസ്തയുടെ സെക്രട്ടറി ആര്? ഉത്തരം ഷംസുൽ ഉലമ ഇ.കെ.
എക്കെന്ന് എഴുതണമെന്നില്ല, ഷംസുലുലമ എന്ന് എഴുതിയാലും മതി. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക. ചോദ്യം 1. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ ശപഥം എന്ത്? ഉത്തരം: മകൻ ഇസ്ലാം ഒഴിവാക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു. ചോദ്യം 2. ഉഹദിൽ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ പോരാട്ടത്തെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം: ആ ദിവസം മുഴുവനും ത്വൽഹയുടേതായിരുന്നു. ചോദ്യം 3. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രധാന ശിഷ്യന്മാർ ഉൾപ്പെടുന്ന 2 പേര്. ഉത്തരം: ഷംസുൽ ഉലമ കെ സദഖത്തുല്ലാഹി മുസ്ലിയാർ, അബൂബക്കർ മുസ്ലിയാർ എന്നും എഴുതുക. ഏതെങ്കിലും 2 എണ്ണം എഴുതണം, 3 എണ്ണം എഴുതിയാലും കുഴപ്പമില്ല. ഇനിയും മറ്റു വിഷയങ്ങളുടെ ആൻസർ കീ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എങ്കിലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ലിസാനിൻ്റെ ആൻസർ കീ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. എല്ലാവർക്കും കിട്ടിയ മാർക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.